ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ഡ്രീം പ്രൊജക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവരുടെയും നാവിൽ വരുന്ന ഒരേ ഒരു പേരേയുള്ളൂ: നിതീഷ് തിവാരിയുടെ രാമായണം. പാർട്ട് 1, പാർട്ട് 2 എന്നിങ്ങനെ 2 ഭാഗങ്ങളിലായി എത്തുന്ന ഈ മഹാഗാഥയെക്കുറിച്ച് കേൾക്കുന്ന ഓരോ വാർത്തയും സിനിമാ സ്നേഹികളെ ആവേശത്തിലാഴ്ത്തുകയാണ്. രൺബീർ കപൂർ, യാഷ്, സായി പല്ലവി തുടങ്ങി ഇന്ത്യയിലെ വൻ താരനിര അണിനിരക്കുന്ന ഈ സിനിമയുടെ റിലീസ് എപ്പോഴാണ്? ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നത്? ആളുകൾക്കിടയിൽ പ്രചരിക്കുന്ന പ്രധാന ഗോസിപ്പുകളും റൂമറുകളും എന്തൊക്കെയാണ്? ഇന്ന് ഈ വീഡിയോയിലൂടെ നിതീഷ് തിവാരിയുടെ രാമായണത്തെക്കുറിച്ചുള്ള സകല വിവരങ്ങളും നമുക്ക് വിശദമായി നോക്കാം. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ സിനിമ എന്ന് തിയേറ്ററുകളിലെത്തും? നിതീഷ് തിവാരിയും നിർമ്മാതാവ് നമിത് മൽഹോത്രയും ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അനുസരിച്ച് രാമായണം പാർട്ട് 1 2026 നവംബർ ദീപാവലി റിലീസായി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. അടുത്ത ചോദ്യം, പാർട്ട് 2 എപ്പോഴാണ്? 1-ാം ഭാഗം ഇറങ്ങി കൃത്യം 1 വർഷത്തിന് ശേഷം 2027 ദീപാവലിക്കാണ് രാമായണം പാർട്ട് 2 തിയേറ്ററുകളിൽ എത്തിക്കാൻ അണിയറ പ്രവർത്തകർ പദ്ധതിയിട്ടിരിക്കുന്നത്. 2 ഭാഗങ്ങൾ ഒന്നൊന്നും മെച്ചപ്പെട്ട VFX ദൃശ്യവിരുന്ന് ആയിരിക്കും പ്രേക്ഷകർക്ക് സമ്മാനിക്കുക. ഓരോ ഇതിഹാസ കഥയെ അതിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടെ സിനിമയാക്കാൻ 2 ഭാഗങ്ങൾ അത്യാവശ്യമാണെന്നാണ് സംവിധായകൻ്റെ നിലപാട്. ഇനി നമുക്ക് ഈ സിനിമയിലെ അഭിനേതാക്കളുടെ നിര പരിശോധിക്കാം. ഇന്ത്യയിലെ വിവിധ ഇൻഡസ്ട്രികളിൽ നിന്നുള്ള വമ്പൻ താരങ്ങളാണ് ഇതിൽ ഒന്നിക്കുന്നത്. രൺബീർ കപൂർ, ബാഹുബലി, അനിമൽ തുടങ്ങിയ സിനിമകൾക്ക് ശേഷം ബോളിവുഡിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട കാസ്റ്റിംഗ് ആണിത്. ശ്രീരാമന്റെ വേഷത്തിലെത്താൻ രൺബീർ കപൂർ കഠിനമായ ശരീര പരിശീലനവും ആയോധന കലകളും പരിശീലിച്ചിട്ടുണ്ട്. സായി പല്ലവി, സീതയുടെ വേഷത്തിൽ നാച്ചുറൽ ബ്യൂട്ടി സായി പല്ലവി എത്തുമ്പോൾ ആരാധകർക്ക് അതൊരു വലിയ സന്തോഷമാണ്. സായി പല്ലവിയുടെ അഭിനയ മികവും സൗമ്യതയും സീതയുടെ കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. യാഷ്, KGFയുടെ തരംഗം സൃഷ്ടിച്ച കന്നഡ സൂപ്പർ സ്റ്റാർ യാഷ് ആണ് രാവണനായി അവതരിപ്പിക്കുന്നത്. രാവണനെ വെറും ഒരു വില്ലനായല്ല, മറിച്ച് കഴിവുള്ള സങ്കീർണമായ വ്യക്തിത്വമുള്ള ഒരു കഥാപാത്രമായാണ് സിനിമയിൽ കാണിക്കുക. യാഷ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ പങ്കാളി കൂടിയാണ്. സണ്ണി ഡിയോൾ, ബോളിവുഡിലെ ആക്ഷൻ ഹീറോ സണ്ണി ഡിയോൾ ഹനുമാന്റെ വേഷത്തിൽ എത്തുന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദവും ശരീരപ്രകൃതിയും ഹനുമാന് നൽകുന്ന മാസ് വേറെയായിരിക്കും. രവി ദുബെ, പ്രശസ്ത ടെലിവിഷൻ നടൻ രവി ദുബെയാണ് ശ്രീരാമന്റെ സഹോദരനായി ലക്ഷ്മണനായി വരുന്നത്. ലാര ദത്ത്, കൈകേയിയുടെ നിർണായകമായ വേഷം ചെയ്യുന്നത് ലാര ദത്താണ്. അരുൺ ഗോവിൽ, പഴയ പ്രശസ്തമായ രാമാനന്ദ് സാഗറിന്റെ രാമായണം സീരിയലിൽ ശ്രീരാമനായി അഭിനയിച്ച ജന്മമനസ്സുകളിൽ ഇടം നേടിയ അരുൺ ഗോവിൽ ഈ സിനിമയിൽ ദശരഥ മഹാരാജാവായി അഭിനയിക്കുന്നു എന്നത് വളരെ വൈകാരികമായ ഒരു കാര്യമാണ്. രാകുൽ പ്രീത് സിംഗ്, രാവണന്റെ സഹോദരിയായ ശൂർപ്പണയുടെ വേഷത്തിൽ രാകുൽ പ്രീത് സിംഗ് എത്തുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ടീമിനെ കുറിച്ച് സംസാരിക്കാം. കാരണം ഈ സിനിമ ഇന്ത്യയിൽ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ്. സംവിധാനം, ദംഗൽ, ചിച്ചോരെ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നിതീഷ് തിവാരി. നിർമ്മാണം, പ്രൈം ഫോക്കസ് സ്റ്റുഡിയോസിൻ്റെ തലവനും ഓസ്കാർ ജേതാവുമായി നമിത് മൽഹോത്ര യാഷിൻ്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസുമായി ചേർന്ന് നിർമ്മിക്കുന്നു. സംഗീതം, ഇന്ത്യയുടെ അഭിമാനമായ AR റഹ്മാനും ഹോളിവുഡ് മ്യൂസിക് ലെജൻഡ് ഹാൻസ് സിമ്മറും ഒന്നിച്ച് സംഗീതം ഒരുക്കുന്നു. ഇൻസ്പെക്ഷൻ, ലയൺ കിങ്, ഡ്യൂൺ തുടങ്ങിയ സിനിമകൾക്ക് സംഗീതം നൽകിയ ഹാൻസ് സിമ്മർ ആദ്യമായാണ് ഒരു ഇന്ത്യൻ സിനിമയിലേക്ക് വരുന്നത്. തിരക്കഥ ശ്രീധർ രാഘവനും കൂട്ടരും. VFX ആൻഡ് പ്രൊഡക്ഷൻ, ഹോളിവുഡ് ചിത്രങ്ങളായ അവതാർ, ഡ്യൂൺ തുടങ്ങിയവയ്ക്ക് VFX ചെയ്ത് 7 തവണ ഓസ്കാർ നേടിയ ഡബിൾ നെഗറ്റീവ് എന്ന VFX കമ്പനിയാണ് രാമായണത്തിൻ്റെ ഗ്രാഫിക്സ് ചെയ്യുന്നത്. ഏകദേശം 830 കോടിയിലധികം രൂപ ആണ് 1-ാം ഭാഗത്തിന് മാത്രം ബഡ്ജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സാങ്കേതിക തികവോടെയായിരിക്കും രാമായണം തിയേറ്ററുകളിൽ എത്തുക. ഇനി നമുക്ക് ഈ സിനിമയെ ചൊല്ലി സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും പ്രചരിക്കുന്ന ഏറ്റവും രസകരമായ ഗോസിപ്പുകളിലേക്കും റൂമറുകളിലേക്കും കടക്കാം.
സായി പല്ലവിയുടെ വെജിറ്റേറിയൻ വിവാദം. റൂമറുകൾ അനുസരിച്ച് സീതാദേവിയുടെ കഥാപാത്രം ചെയ്യുന്നതിനാൽ സായി പല്ലവി പൂർണ്ണമായി സസ്യഫുക്കായി മാറിയെന്ന് സിനിമയുടെ ചിത്രീകരണം തീരുന്നതുവരെ മാംസാഹാരം കഴിക്കില്ലെന്ന് വാർത്തകൾ വന്നിരുന്നു. എന്നാൽ സായി പല്ലവി തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും ഇതുപോലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. രൺബീർ കപൂറിൻ്റെ ജീവിതശൈലി മാറ്റങ്ങൾ. ശ്രീരാമനായി അഭിനയിക്കാൻ രൺബീർ കപൂർ തൻ്റെ വ്യക്തി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി എന്നൊരു ഗോസിപ്പുണ്ട്. സിനിമയുടെ ചിത്രീകരണം സമയത്ത് അദ്ദേഹം മദ്യപാനവും നോൺ വെജ് ഭക്ഷണവും ഉപേക്ഷിച്ചെന്ന് പ്രഭാതത്തിൽ പ്രത്യേക ധ്യാനവും മറ്റും നടത്തുന്നുണ്ടെന്ന് ബോളിവുഡ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. യാഷിൻ്റെ മാസ് എൻട്രിയും പ്രതിഫലവും. രാവണനായി അഭിനയിക്കുന്ന യാഷിന് ഒന്നാം ഭാഗത്തിൽ കുറഞ്ഞ സ്ക്രീൻ ടൈം മാത്രമേ ഉണ്ടാകൂ. എന്നാൽ പാർട്ട് 2 രാവണനായിരിക്കും പ്രധാന ശ്രദ്ധാകേന്ദ്രമെന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ നടനെന്ന നിലയിൽ മാത്രമല്ല, സിനിമയുടെ കോ പ്രൊഡ്യൂസർ കൂടിയായതിനാൽ സിനിമയുടെ ലാഭവീതം വാങ്ങാനാണ് യാഷിൻ്റെ പ്ലാൻ എന്ന് റൂമറുകളുണ്ട്. ഹോളിവുഡ് സ്റ്റണ്ട് ഡയറക്ടർമാർ. മാഡ് മാക്സ് ഫ്യൂറി റോഡ് സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്ത ഹോളിവുഡ് ടീമാണ് രാമായണത്തിലെ യുദ്ധരംഗങ്ങൾ ഒരുക്കുന്നത് എന്ന് വിവരമുണ്ട്. ആദിപുരുഷ് സിനിമയുമായുള്ള താരതമ്യം. മുമ്പിറങ്ങിയ പ്രഭാസിൻ്റെ ആദിപുരുഷ് എന്ന സിനിമ വലിയ പരാജയവും ട്രോളുകളും ഏറ്റുവാങ്ങിയ ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിതീഷ് തിവാരിയുടെ രാമായണം ആ തെറ്റുകൾ ആവർത്തിക്കുമോ എന്ന് ഭയം പ്രേക്ഷകർക്കുണ്ടായിരുന്നു. എന്നാൽ ഹോളിവുഡ് ലെവൽ VFX ടീമും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഉള്ളതുകൊണ്ട് ഈ സിനിമ ആദിപുരുഷിൻ്റെ കറ കഴുകിക്കളയും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അപ്പോൾ ഇതാണ് നിതീഷ് തിവാരിയുടെ രാമായണത്തെക്കുറിച്ചുള്ള പുതിയ വിശേഷങ്ങൾ. ഇന്ത്യൻ സിനിമയുടെ പെരുമ ലോകമെമ്പാടും എത്തിക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത് എന്നതിൽ സംശയമില്ല. 2026 നവംബർ രൺബീർ കപൂറിൻ്റെ രാമനെയും സായി പല്ലവിയുടെ സീതയും യാഷിൻ്റെ രാവണനെയും ബിഗ് സ്ക്രീനിൽ കാണാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഈ സിനിമയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള നടൻ ആരാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. മറ്റൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.